മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി ജനുവരി 10 മുതൽ 16 വരെ കായിക്കരയിൽ നിന്ന് പല്ലനയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന നവോത്ഥാന സന്ദേശയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന്റെ ഉദ്ഘാടനം കായംകുളത്ത് നടന്നു. ചരിത്രകാരനും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാനം എന്നത് ഒരു തുടർ പ്രക്രിയയാണെന്ന് പ്രൊഫസർ വി കാർത്തികേയൻ നായർ പറഞ്ഞു. നവോത്ഥാനമെന്നത് ഒരു തുടർ പ്രക്രിയയാണെന്ന് ചരിത്രകാരനും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ പറഞ്ഞു. മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി ജനുവരി 10 മുതൽ 16 വരെ കായിക്കരയിൽ നിന്നും പല്ലനയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന നവോത്ഥാന സന്ദേശയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മളിന്നിപ്പോൾ കുമാരനാശാനും നാരായണഗുരുവൊക്കെ ജീവിച്ചിരുന്ന കാലത്തെ മൂല്യം എന്തായിരുന്നു? അവരെ അന്നത്തെ പാരമ്പര്യവാദികൾ അംഗീകരിച്ചിരുന്നുവോ? നാണുവേ, നിനക്കെന്താ ഈ കല്ലെടുത്ത് വയ്ക്കാൻ അവകാശമെന്നല്ലേ ചോദിച്ചത്? അതാരാ അന്ന് ചോദിച്ചത്? അന്നും നാരായണ ഗുരുവിനെ എതിർത്തിരുന്നു, ചട്ടമ്പി സ്വാമി എതിർത്തിരുന്നു. എന്തിന് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് തെക്കൻ തിരുവിതാംകൂറിൽ അയ്യാ വൈകുണ്ഠൻ എന്ന് പറയുന്നയാൾ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെ തല്ലി ഓടിക്കാൻ ആളുണ്ടായിരുന്നു. 1000-ഓളം പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശുചീന്ദ്രൻ ക്ഷേത്രത്തിൻ്റെ രഥക്കയർ പിടിച്ചു വലിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നു. സമത്വ സമാജം എന്ന സംഘടന ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരുപക്ഷെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനക്കാരുടെ കൂട്ടത്തിൽ ജയിലിൽ കിടന്ന ഏക വ്യക്തി അയ്യാ വൈകുണ്ഠൻ എന്ന് പറയുന്ന വൈകുണ്ഠ സ്വാമിയായിരുന്നു. നോക്കൂ, അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേര് സമത്വ സമാജം. സമത്വ സമാജം. എല്ലാവരും തുല്യരാണ് സമൂഹത്തിൽ. ഉച്ചജാതിയെന്നോ തീരജാതിയെന്നോ സവർണനെന്നോ അവർണനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണണം എന്ന ഒരു മനോഭാവത്തോടെ സമത്വ സമാജമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വന്നയാളായിരിക്കണം തൊട്ടപ്പുറത്തുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1825 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹവും കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആ നാട്ടാചാരങ്ങളെ എതിർത്തു. നാട്ടാചാരങ്ങളെ എതിർക്കാൻ പോയ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ എതിർത്ത ആൾക്കാരുടെ മനോഭാവം എന്തായിരുന്നു? നവോത്ഥാനമായിരുന്നു. അപ്പോൾ നവോത്ഥാന നായകർ എല്ലാ കാലത്തും പരമ്പരാഗതമായ മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ 2025 ജനുവരി 15 നമ്മൾ നടത്തുമ്പോഴും പാരമ്പര്യമായ മൂല്യങ്ങളെ എതിർത്തുകൊണ്ടാണ് നവോത്ഥാനം പോകുന്നത്. നവോത്ഥാനം ഒരു തുടർ പ്രക്രിയയാണ്. ഏതെങ്കിലും കാലത്ത് മൂടിക്കെട്ടി വയ്ക്കേണ്ടവയല്ല, സ്വർണ്ണക്കൂട്ടിലിട്ട് വയ്ക്കേണ്ടവയല്ല, ചില്ലുകൂട്ടിലിട്ട് വയ്ക്കേണ്ടവയല്ല. അത് ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെ ക്ലാവ് പിടിക്കുമ്പോൾ നമ്മളതിനെ ചാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളോ കൊണ്ട് തേച്ച് മിനുക്കിയാൽ അതിന് സ്വർണ്ണത്തിളക്കം കിട്ടും. ആ തിളക്കം കിട്ടാനുള്ള ഒരു ചാരം പൂശലാണ് ഈ ജാഥയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാരം പൂശിയാൽ ചാരം കൊണ്ട് ആചാരത്തിൽ സ്വരം മാറ്റിയാൽ ചാരമാവും. ആചാരത്തിൻ്റെ സ്വരം, ആദ്യത്തെ അക്ഷരം അത് സ്വരാക്ഷരമാണ്. ആ സ്വരം മാറ്റിയാൽ അവശേഷിക്കുന്ന എന്താ? ചാരമാണ്. നമ്മളെല്ലാം കൂടി ഉച്ചസ്വരത്തിൽ പറഞ്ഞാൽ ആചാരം ചാരമാവും. അത് മനോഹരമായൊരു വാക്കാണ് ഈ ആചാരം. സ്വരം മാറ്റിയാൽ ആചാരം ചാരമാവും. കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും പാരമ്പര്യ മൂല്യങ്ങളെ എതിർത്തുകൊണ്ട് ചൈതന്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രയത്നിച്ചവരാണ്. ആ പ്രക്രിയയുടെ തുടർച്ച തന്നെയാണ് നവോത്ഥാന സന്ദേശയാത്രയെന്നും കാർത്തികേയൻ നായർ പറഞ്ഞു. ക്ലാവ് പിടിച്ച സ്വർണത്തിന് ചാരം പൂശുമ്പോൾ കാന്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ ക്ലാവ് പിടിച്ച മൂല്യസംഹിതകളെ ചാരം പൂശുമ്പോൾ കൂടുതൽ തിളക്കമുള്ള സമൂഹം രൂപപ്പെടുമെന്നും പ്രൊഫസർ ബി കാർത്തികേയൻ നായർ പറഞ്ഞു. ഡോക്ടർ ചേരാവള്ളി ശശി അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിൽ ആചരണ സമിതി സംസ്ഥാന കൺവീനർ പ്രൊഫസർ കെ.പി. സജി, ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കൺവീനർ കെ.കെ. സുരേന്ദ്രൻ, ആർ. പാർത്ഥസാരഥി വർമ്മ, എം.എ. പുഷ്പ, എസ്. സൗഭാഗ്യകുമാരി, ഡോക്ടർ എം. ജ്യോതിരാജ്, ബി. ദിലീപൻ, അഡ്വക്കേറ്റ് ഒ. ഹാരിസ്, എസ്. രാജേന്ദ്രൻ, ഡോക്ടർ ജനാർദ്ദനക്കുറുപ്പ്, ഡോക്ടർ കെ. ശിശുപാലൻ, എ. ജെ. ഷാജഹാൻ, നൌഫൽ ചെമ്പകപ്പള്ളി എന്നിവർ സംസാരിച്ചു. വേദിയിൽ കുമാരനാശാന്റെ ചണ്ടാല ഭിഷുകിയെ അധികരിച്ച് താമരക്കുടി ഹരിചന്ദ്ര ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു.
കൊല്ലം ജില്ലയിൽ നിന്നും എത്തിയ നവോത്ഥാന യാത്രയെ പുതിയിടം ജംഗ്ഷനിൽ നിന്നും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പാർക്ക് മൈതാനിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. പുതിയിടം ജംഗ്ഷനിൽ നിന്നും രാവിലെ ആരംഭിച്ച സാംസ്കാരിക ജാഥയ്ക്ക് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, അഡ്വക്കേറ്റ് എ ഷാജഹാൻ, NK മുജീബ്, ഭദ്രൻ തുരുത്തിവേലിൽ, പവിത്രൻ, അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക എന്നിവർ നേതൃത്വം നൽകി. CDN ന്യൂസ് കായംകുളം.